മലയാള മാധ്യമ രംഗത്തെ പ്രഥമ മാധ്യമ വിചാരണ പാപ്പരാസ്. മലനാട് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് തിരിച്ചെത്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സി രഞ്ജിത്ത് മണിക്കൊപ്പം. അദ്ദേഹം നമ്മുടെ പ്രിയങ്കരനായ മണിച്ചേട്ടൻ്റെ ചേച്ചിയുടെ മകനാണ്, നടനാണ്, ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഓണമാണല്ലോ. അപ്പം ആ ചെറുപ്പകാലത്ത് ഞാനൊക്കെ അമ്മയുടെ വീട്ടിൽ പോകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെല്ലുന്ന സമയത്ത് ആ മണിച്ചേട്ടനുമായിട്ടൊക്കെയുള്ള ഓണ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? ഓർമ്മകൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ചെറുപ്പകാലത്ത് വെക്കേഷൻ ടൈമിലാണ് നമ്മൾ എല്ലാ വെക്കേഷനും മാമൻ്റെ വീട്ടിൽ പോകും, അമ്മയുടെ വീട്ടിൽ പോകും. അപ്പോൾ മാമൻ സിനിമയ്ക്ക് കയറുന്നതിന് മുമ്പും നമ്മൾ പോയിരുന്നു. അതിന് ശേഷം അതിൽ വേറെ കളർ വ്യത്യാസം വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പട്ടിണിയും പരിവട്ടം നമുക്കറിയാവുന്ന കാര്യമാണ്. മാമൻ സിനിമയ്ക്ക് കയറിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്ലാപം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുമ്പോൾ നമ്മൾ അതായത് കുറച്ച് നാൾ മുമ്പ് കണ്ടൊരു മാമനല്ലായിരുന്നു നമ്മൾ സല്ലാപം എന്നുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം പോണ സമയത്ത്. വീട് മാറി, വീട് വെച്ച്. അന്ന് എൻ്റെയൊക്കെ ഓർമ്മയിലൊരു ഓടിട്ട് വീടാ. അതിനു മുമ്പ് ഒരു ചെറിയൊരു ചെറ്റപ്പേരയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വീടും മാറ്റം വന്നു. പിന്നെ അതിനുശേഷം മാമൻ നമ്മളെല്ലാവരും ചെല്ലണം സമയത്ത്. എല്ലാവരും എന്ന് വെച്ചാൽ 5 പെങ്ങന്മാരും പെങ്ങന്മാരുടെ ഹസ്ബൻഡും വല്യച്ഛന്മാരും പാപ്പന്മാരും പിന്നെ ഈ മക്കളെല്ലാവരും കൂടി ഏകദേശം 10-30 പേര് വരും ആ വീട്ടിൽ. ഇതൊക്കെ അവിടെ വരുന്ന സമയത്ത് മാമൻ അന്ന് ഈ ഫുഡ് ഉണ്ടാക്കൽ പരിപാടികളൊക്കെ ആയിട്ട് പുള്ളി കൂടെ ഏത് സമയം ഉണ്ടാവാറുണ്ട്. പിന്നെ ഓണക്കോടി എടുത്ത് നമുക്ക് തരാറുണ്ട്. പിന്നെ മെയിനായിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ ആള് ഭയങ്കര ആഘോഷത്തിന്റെ ഒരാളാണ്. എന്ത് വന്നാലും അടിച്ചു പൊളിച്ച്, സങ്കടം പാടില്ല, ആഘോഷിക്കുക. കോമഡി നടനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും ഒക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. റിയൽ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്? പല രീതിയിലും ഫീൽ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ഭയങ്കര പാവം മാമനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ദേഷ്യപ്പെടുന്ന മാമനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ശകാരിക്കാറുണ്ട് ചില സമയങ്ങളിൽ. അടി കിട്ടിയല്ലോ എന്ന് വെച്ചാൽ പുള്ളി അടിച്ചിട്ടില്ല, എന്നൊന്നും ഇതുവരെയായിട്ട് അടിച്ചിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ട് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പുള്ളി ഒരുപാട് ചീത്ത പറയാറുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഓണത്തിന് അവിടെ ഞങ്ങൾക്ക് ഒരു പാട്ട് പാടുമ്പോൾ ഒരു മരത്തിൻ്റെ ഒരു തുടിയുണ്ട്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ചെണ്ടയും ഒരു തുടിയുണ്ട്. ഇത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരും. വാടകയ്ക്ക് അവിടെ നിന്ന് ഇങ്ങനെ പോയി നമ്മളെ കൊണ്ട് വാടകയ്ക്ക് എടുപ്പിച്ചിട്ട് വന്നിട്ട് പാട്ട് പാടുന്ന പരിപാടി. എല്ലാവരും വീട്ടിലെല്ലാവരും ഇപ്പം അമ്മ പാടും, വല്യമ്മമാർ പാടും, അളിയന്മാർ പാടും, എൻ്റെ വല്യച്ഛന്മാർ. എന്നിട്ടൊരു ബഹളമാണ്, പാട്ടിൻ്റെ പരിപാടികളാണ്. ഒരുപക്ഷെ മാമൻ്റെ പാട്ടിനേക്ക് കൂടുതൽ പാടുന്ന നാടൻ പാട്ടുകളുണ്ട്, ട്രഡീഷണൽ പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളൊക്കെ പാടുന്നത്. എന്നിട്ട് ആളെല്ലാവരും കൊണ്ട് പാട്ട് പാടിപ്പിക്കും. അങ്ങനെ വരുന്ന ഭയങ്കരമായൊരു ഓർമ്മകളാണ്. അവൻ ഭയങ്കര ആഘോഷമാണ്. എന്തിനും സങ്കടപ്പെട്ടിരിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളി പലപ്പോഴും പല ഇൻ്റർവ്യൂവിനും പലതും പറയാറുണ്ട്, സങ്കടം ഒരുപാട് ജീവിതത്തിൽ അനുഭവിച്ച ഒരാളാണ്, ഇനിയുള്ള ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കാം, അതുകൊണ്ട് ഈ പറഞ്ഞ സന്തോഷിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ്. പാട്ടാണ് പുള്ളിയുടെ മെയിനായിട്ട്. മണിച്ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ അതിനൊപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാടി. ഇപ്പം നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പാട്ട് പാടിയതുപോലെ തന്നെ മണിച്ചേട്ടൻ പ്രശസ്തനായതിനു ശേഷം സിനിമാ മേഖലയിലുള്ള ഒരുപാട് കൂട്ടുകാർ വന്നിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഇതുപോലെ പാട്ട് പാടുകയും കൊട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം ഒന്ന് പറയാമോ? പാടി എന്ന് പറയുന്ന സ്ഥലം പണ്ട് മാമൻ്റെ അച്ഛൻ, അതായത് എൻ്റെ അപ്പൂപ്പൻ പണിയെടുത്ത ഒരു സ്ഥലമാണ്. ഈ പറയുന്ന പുഴയുടെ തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ് പാടി. അപ്പൂപ്പൻ പണിയെടുത്ത സ്ഥലം. അത് ആള് പൈസയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ആളത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അന്ന് വെറും ഒരു പറമ്പായിട്ട് പുഴയുടെ തീരത്തിറങ്ങുന്ന ഒരു പറമ്പാണ് പാടി എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു ചെറിയൊരു ഷെഡ് പുഴയിലേക്ക് ഇറക്കി പണിതു ചെറുതായിട്ട്. ആ ഷെഡിൽ ഇരിക്കുക, നല്ല രസമാണ്, ഭയങ്കര അറ്റ്മോസ്ഫിയർ. എന്ന് വെച്ചാൽ ജാതിത്തോട്ടാണ് അത്. മണിമാൻ തന്നെ പറയാറുണ്ട്, അപ്പൻ പണിയെടുത്ത് വലുതാക്കിയ ജാതിയാണ് ആ ജാതി. അപ്പൂപ്പനൊക്കെ വെച്ചതാണ് ആ ജാതി. അതിൻ്റെ കീഴെ വന്നിരുന്ന് കൂട്ടുകാരന്മാരൊരുമിച്ച് പാട്ട് പാടുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നൊരു സ്ഥലം. അതാണ് ശരിക്കും പാടി എന്ന് പറഞ്ഞ സ്ഥലം. പാടി പേരെങ്ങനെ വന്നതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതെങ്ങനെയാണ് പാടി എന്ന് പേര് വന്നതെന്നുള്ള കാര്യം പറഞ്ഞ് ഓട്ടോമാറ്റിക് അങ്ങോട്ട് പറഞ്ഞ് എങ്ങനെയൊക്കെ മാറിപ്പോയതാണ്. ഒരുപക്ഷെ പാടി എന്ന് വെച്ചാൽ വയൽ എന്നുള്ളൊരു അർത്ഥമാണ്
അപ്പം അച്ഛൻ ഇങ്ങനെ വയലുകളിലൊക്കെ അല്ലെങ്കിൽ ആ പറമ്പുകളിലൊക്കെ പണിയെടുത്തതിൻ്റെ എല്ലാ അപ്പൂപ്പനൊക്കെ പണിയെടുത്തതിൻ്റെ ഓർമ്മയ്ക്ക് ഇട്ടതായിരിക്കും. വയനാട് പാടികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പാടി ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഏർമാടം കെട്ടിയിട്ട് അതിന് പാടിയെന്ന് അങ്ങനെ പറഞ്ഞൊരു പേരാണ് ഈ പാടി എന്ന് പറഞ്ഞ പേരാണെന്ന് എനിക്ക് തോന്നണേ. ഓക്കെ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ പാടിയിൽ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുകയും പാട്ടുപാടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയതിന് ശേഷം ഇവരാരെങ്കിലും ഒക്കെ വരാറുണ്ടോ? ഈ പറഞ്ഞ കൂട്ടുകാരന്മാർ വരുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആളുടെ കൂട്ടുകാരന്മാർ. പക്ഷേ ആളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അതായത് മാമ മരിച്ചിട്ട് 2016 മാർച്ച് 6 നമ്മൾ വിട്ടു പിരിഞ്ഞതാണ്. ഇതിപ്പോൾ 2025 ഇപ്പോഴും ഓരോരുത്തർ അവിടെ ടൂറിസ്റ്റ് പോലെ ഒട്ടുമിക്ക ആൾക്കാർ അവിടെ വരുന്നുണ്ട്. വന്നിരുന്നിട്ട് ഞാൻ പലപ്പോഴും ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ അവിടെ മാമൻ്റെ സ്മൃതി മന്ദിരത്തിൽ പോയി കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് പിന്നെ അതിനുശേഷം പാടി. ആൾ ഫുൾ ടൈം പാടിയിലാണ് ഉണ്ടാവാറ്. പാടിയിൽ ചെന്നിട്ട് കുറച്ച് നേരം ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ മാമനെ കുറിച്ച് ഓർത്തും മാമൻ്റെ അടുത്ത് മാമ ഞാൻ പറയും പക്ഷേ ഞാൻ ഒരു പടത്തിൽ അഭിനയിക്കാൻ പോണേ എന്നെ അനുഗ്രഹിക്കും കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു അപ്പം അവിടെ കുറേ ആൾക്കാർ വരും. അപ്പം ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ 1-2 പേര് അവിടെ വന്നേക്കാണ്. ഇവർ 2 പേരും അപ്പുറത്തും ഇപ്പുറത്തേക്ക് നിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കറിയുണ്ട് ഇവർ ഇങ്ങനെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വേണ്ടി. അപ്പം ഞാൻ അവിടെ നിന്ന് ചെന്ന് ഇവരൊക്കെ ഞാൻ നോക്കി, ഒന്നും മിണ്ടല്ല. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടാ എവിടെ നിന്ന് തന്നെയെന്ന് ചോദിക്കാം. കണ്ണൂരിൽ നിന്ന് തന്നെയെന്ന് പറയുന്നത്. ഈ ചേട്ടനോ? കണ്ണൂർ. ഞങ്ങൾ ഒരുമിച്ച് വന്നു. എന്തൊക്കെ അറിയണമെന്ന് ചോദിച്ചു. മോനെ അത്യാവശ്യം ഏജ് ഉണ്ട് ചേട്ടന്. മോനെ ഞാൻ ഈ മണിച്ചേട്ടനെ കണ്ടിട്ടില്ലെന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ല. പരിപാടി വരെ കണ്ടിട്ടില്ല. കാണാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് നാളുകളായി ഇവിടേക്ക് വരണമെന്ന് ഇങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പുള്ളിയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആൾ സഹായിച്ചതും ആളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കരച്ചിൽ വരാണ്. അതുകൊണ്ടാണ് ഭയങ്കര വിഷമം. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടേക്ക് വേണ്ടി മാത്രം വന്നോണം. അല്ലെങ്കിൽ വേറെ അങ്ങോട്ട് സാധാരണ എയർപോർട്ടിൽ പോകുന്ന ആൾക്കാർ അവിടെ വരാറുണ്ട്, അതിരപ്പള്ളിക്ക് പോകുന്ന ആൾക്കാർ അവിടെ വരാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്നതെന്ന് പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ചോദിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്താ ആരാന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു പെങ്ങടെ മോൻ പറഞ്ഞപ്പോൾ ഇവർ എന്നെ കെട്ടിപ്പിടിച്ചൊരു കരച്ചിലായിരുന്നു. അതും കൂടി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരൊക്കെ കാണിക്കുന്നൊരു സ്നേഹം അതിഭീകരമായൊരു സ്നേഹമാണ്. ഞാൻ ഒരു പക്ഷെ ഇപ്പോൾ കൂട്ടുകാരന്മാരുടെ കാര്യം കൂടി ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടി പറയാം. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാരെ മണിമാവൻ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയം. ഓക്കെ. യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്കാർ മനസ്സിലായി. അന്ന് മാമൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അവർ വേറെ എന്തോ ചിലപ്പോൾ അതായിരിക്കാം, വേറെ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കൂടെ മാമനെ പ്രകീർത്തിക്കാറുണ്ട്. കുറേ ആൾക്കാർ വന്നിട്ട് കുറേ കാര്യങ്ങൾ പറയാറുണ്ട്. മാമൻ അതിൽ സന്തോഷം കണ്ടെത്താറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്, അവർക്ക് വേണ്ടി ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ആൾക്കാർ അവരെന്തിനു വേണ്ടി വരുന്നതാ? ഇല്ലാഞ്ഞിട്ട് പോലും വരുന്നില്ലേ? ഇല്ലാഞ്ഞിട്ട് വരുന്നുണ്ട്. ആളുടെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 10 വർഷമായിട്ടും മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയെന്ന് നമുക്കൊരു തോന്നലില്ല, കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ്. എപ്പോഴും തോന്നലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാനൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും ജീവിതത്തിൽ എന്തും പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ മാമനെ ഓർത്തുകൊണ്ട് ചെയ്യുള്ളൂ. ഞാനിങ്ങനെ കണ്ണടച്ച് നിന്നിട്ട് മാമ എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ, മാമല്ലാണ് പ്രതീക്ഷൻ്റെ കൂടെ ഒട്ടേവരെയും കരച്ചിൽ വരും. എന്ന് വെച്ചാൽ മാമ അത്രയ്ക്ക് നമ്മളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളാണ്. ഇല്ലെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മണിച്ചേട്ടൻ്റെ വിയോഗത്തിന് ശേഷം മണിച്ചേട്ടൻ്റെ ഫാമിലി എങ്ങനെയാണ്? ഫിനാൻഷ്യലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഇല്ല, കുഴപ്പമില്ല. ആള് അത്യാവശ്യം സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഏരിയയിൽ മൊത്തം സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. വീടുകൾ പണിത്. മകള് ഡോക്ടറായി. അമ്മു ശ്രീലക്ഷ്മി എന്ന പേര്. അമ്മു ഡോക്ടറായി. അങ്ങനെ ആള് മനസ്സിൽ വിചാരിച്ച കാര്യം അതായിരുന്നു. അമ്മു വിഷമം എന്ന് വെച്ച് വേറൊന്നുമല്ല. അമ്മ വലിയ ഡോക്ടറൊക്കെ ആയിരിക്കും, ഒരു ഹോസ്പിറ്റലൊക്കെ പണിയണമെന്നൊക്കെ ആഗ്രഹം മാമൻ പറയാറുണ്ട് അവിടെ വെച്ച്. രഞ്ജിത്ത് ബ്രോ, ഇപ്പം ഒരു ചില സെൻറ്റിമെൻറ്റ്സ് മൂഡിലായതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു 6 സിനിമകളിലുള്ള അഭിനയിച്ചില്ലേ? ഈ 6 സിനിമകളിലുള്ള അഭിനയിച്ചതിൽ കലാഭവൻ മണിയുടെ അനന്തരം എന്ന പേരിൽ ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളത്? അല്ല, ഗുണം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇപ്പം നമ്മൾ ചെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു മിമിക്രി കഴിഞ്ഞിട്ട് ഒരു ആൽബത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ ഒരു സതീശൻ അന്നമൻ്റെ എന്ന് പറഞ്ഞാൽ സതീശേട്ടൻ മുഖേന ഞാൻ പുള്ളിക്ക് നമ്മൾ ഭയങ്കര കാര്യമായതുകൊണ്ട് അത്യാവശ്യം ഞാൻ ഡാൻസും കളിക്കുമെന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ട് ഒരു ആൽബത്തിൽ അഭിനയിച്ചു. അതിനുശേഷം ആൾ തന്നെ ഒരു കോമരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം അഭിനയിച്ചു. പുള്ളി ഡയറക്റ്റ് ചെയ്ത്
മോഹൻ കൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന് ആൾ മരിച്ചുപോയി. അദ്ദേഹമാണ് ഡയറക്റ്റ് ചെയ്തൊരു വർക്കായിരുന്നു. ആ കോമർ എന്നൊരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ച് എനിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയിട്ടില്ല. അത് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ വള്ളിക്കെട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ജിബിൻ സാറ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്, വിനീഷ് നെന്മാറ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത്. അവനാണ് പറഞ്ഞത് മമ്മൂക്കയുടെ പെങ്ങളുടെ അതിൽ നായകനാണ്. ഞാൻ ആ പോസ്റ്റർ കണ്ടതായിട്ട് ഓർക്കുന്നത്. അതായത് മമ്മൂക്കയുടെ പെങ്ങളുടെ മകനും മണിച്ചേട്ടന്റെ പെങ്ങളുടെ മകനും ആദ്യമായിട്ട് ഒരുമിക്കുന്ന ചിത്രം അല്ലേ, വള്ളിക്കെട്ട്. പക്ഷെ എന്തുകൊണ്ട് ആ പടം നടന്നില്ല? പടം നടന്നു, ഓടിയിരുന്നു, അത്യാവശ്യം ഓടി, വലിയ കുഴപ്പമില്ല, അത്ര ഹിറ്റായില്ല, വലിയ കുഴപ്പം, നല്ല പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. ഈ പറഞ്ഞ സെക്കൻഡ് ഇയർ ആയിട്ടൊക്കെ അഭിനയിച്ചാണ്. പക്ഷേ നമ്മൾ അപ്പം ഞാനത് കാണിച്ചു കൊടുത്തിരുന്നു. ഈ കോമഡി ഷോർട്ട് ഫിലിം ഡയറക്ടർ കാണിച്ചു കൊടുത്ത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. പിന്നെ കലാപം കൊണ്ട് പെങ്ങടെ മകൻ ആയതുകൊണ്ട് എന്നുള്ളൊരു പ്രത്യേക പ്രിഫറൻസ് ഉണ്ടല്ലോ, അത് തീർച്ചയായും കേട്ടോ. നമ്മളത് എവിടെ ചെല്ലുമ്പോഴും ഇപ്പൊ ചേട്ടൻ സംസാരിക്കുമ്പോഴും പോലും തീർച്ചയായിട്ടും ഒരു മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നേരിട്ട് കാണാനും ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കാനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ള അവസരം ദൈവം തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പടം രാജകന്യകയാണല്ലോ. രാജകന്യകയിൽ ഡബിൾ റോൾ അല്ല, ഒരാളുടെ തന്നെ രണ്ട് വ്യത്യസ്തമായ ഗെറ്റപ്പുകൾ. അപ്പോൾ ഞാനത് കണ്ടിരുന്നു. അതിൽ ഒരു താടിയൊക്കെ വെച്ച പോർഷനിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഡയലോഗ് പറയുന്നുണ്ട്. അപ്പം ഓൾറെഡി നമ്മൾ രഞ്ജിത്ത് ഭായിയുടെ പാട്ട് കേട്ടു, മിമിക്രി കേട്ടു. ഇനി ആ നടൻ എന്ന രീതിയിൽ അതിൽ അഭിനയിച്ച ആ ഒരു ഡയലോഗ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? പറയാം. അതേച്ചോ, എൻ്റെ വീടിനോട് അടുത്തായിരുന്നു രാമുവിൻ്റെ വീട്. ഞങ്ങളൊരു കുടുംബം പോലെയായിരുന്നു. ഉരുൾപൊട്ടുണ്ടാവുന്ന തലേന്ന് രാത്രിയിൽ രാമു ഞാൻ മുറ്റത്തുനിന്ന് സംസാരിച്ച തോരാതെ പെയ്യുന്ന മഴ കണ്ട ഞങ്ങളൊന്ന് ഉറങ്ങാൻ കിടന്നു. രാമുവിൻ്റെ ഭാര്യ പ്രസവത്തിന് പോയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മണിയായി കാണും. വലിയൊരു ശബ്ദം കേട്ട ഞങ്ങൾ ഉണർന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗം ഷാപ്പുവിൻ്റെ വീടും കുത്തിയൊലിച്ച് ദൂരേക്ക് പോകുന്ന ഞാൻ കാണുന്നത്. അവസാനം ഞങ്ങളെല്ലാവരും കൂടി നിർത്തിയ തെരച്ചിലിനൊടുവിൽ ഞാനാ മണ്ണിൽ പൊതിഞ്ഞെടുക്കുന്ന രാമുവിനെ അവൻ്റെ നെഞ്ചോട് ചേർന്നെടുക്കുന്ന മോനെ ഞാൻ കണ്ടത്. എന്തായാലും അടുത്ത ഉരുൾപൊട്ടലിന് ഞങ്ങളായിരിക്കും അച്ചോ, അതുറപ്പാ. പേടിയൊന്നുമില്ല അച്ചോ. പിന്നെ ആകെ ഉള്ളത് 2 കുഞ്ഞു പിള്ളേരാ. ചത്ത് കിടന്ന് പണിയെടുത്തിട്ടാ ഞാൻ അവരെ പോറ്റുന്നത്. കിടക്കാനായിട്ട് ഒരു നല്ലൊരു വീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആശിച്ചു പോവാണ് അച്ചോ. കരയിപ്പിച്ച് രാജകന്യക എന്ന ചിത്രത്തിലെ ഡയലോഗാണ് നമ്മൾ കേട്ടത്. 2 വ്യത്യസ്തമായ ഗെറ്റപ്പുകളാണ് എത്തുന്നത്. ഇത്രയും പാവമായിട്ട് അഭിനയിച്ച് മുഖത്തൊരു നിഷ്കളങ്ക ഭാവമുണ്ട്. അതിൽ തന്നെ രണ്ടാമത്തെ ഗെറ്റപ്പിൽ ശരിക്കും ഒരു വില്ലൻ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും അത്ര ഒരു ചേഞ്ച് ഉണ്ട്. അതിൽ സ്വന്തമായിട്ടാണ് ഡബ് ചെയ്തത് അതോ? അല്ല, വേറൊരാളും ഡബ് ചെയ്തത്. ഞാൻ എല്ലാത്തിലും ഞാൻ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ സെൻറ്റിമെൻറ്റ്സ് ഞാൻ ഈ കോമരത്തിലൊക്കെ ഭയങ്കര സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇതായിരുന്നു. പക്ഷേ അതിൽ ആൾ ചേഞ്ച് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ്സുകാരനായിട്ട് മാറും. അച്ഛൻ്റെ കൂടെയൊക്കെ അച്ഛനാണ് വീട് പണിത് തരുന്നത്. അതിന് ശേഷം ചേഞ്ച് ആയി കഴിയുമ്പോൾ ഒരു വോയിസ് മോഡുലേഷൻ നമ്മളെ കൊണ്ട് ചെയ്തിട്ട് ഡയറക്ടർ പറഞ്ഞു രഞ്ജിത്തത് ഒന്ന് മാറ്റി ചെയ്തെങ്കിലും ഒന്ന് ചോദിച്ചു. നമ്മൾ നന്നാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ടും അത് മാറ്റി. അപ്പോൾ ഒരു ഡയലോഗുണ്ട്, ഭയങ്കരമായൊരു ഡയലോഗുണ്ട്. ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഇതായിരുന്നു. എല്ലാവരും കണ്ടിട്ട് റോയ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മനോഹരമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായിട്ടും എല്ലാവരും ചിത്രം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്തിലൂടെ കുടുംബത്തെക്കുറിച്ചൊന്ന് പറയും. കുടുംബത്തിൽ അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛൻ ഇപ്പോൾ ലോട്ടറി കച്ചവടം പരിപാടിയാണ്. അത് മെയ്സൺ പണിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ലോട്ടറി ഒക്കെ ഇറ്റെടുക്കുന്നത്, ഒരു വണ്ടിയിൽ ലോട്ടറി കച്ചവടം. അമ്മ വീട്ടിലാണ്. അനിയൻ യൂബർ ഓടിക്കുകയാണ്. അനിയൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നു, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ ഈ സിനിമയുമായിട്ട് ഇങ്ങനെ നടക്കുകൊണ്ട് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ളൊരു അതിയായൊരു ആഗ്രഹം
വലിയൊരു നടനാവണമെന്നൊക്കെയാണ് ചിന്തിച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. ശരിക്കും ഒരു ആർട്ടിസ്റ്റൊക്കെ ആകുന്ന സമയങ്ങളിൽ ഓണമൊക്കെ ആകുമ്പം പലപ്പോഴും കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കാറില്ല. ഇപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പലപ്പോഴും തിരുവോണത്തിനൊന്നും എനിക്ക് വീട്ടിൽ ചെല്ലാൻ പറ്റാറില്ല. അപ്പം ഞാൻ എന്ന് ചെല്ലുന്നു അന്നാണ് വീട്ടിൽ അമ്മയും അച്ഛനും തിരുവോണം ആഘോഷിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലി ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ. കാര്യം നമ്മളും മിമിക്രി ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ പ്രോഗ്രാം മസ്റ്റായിട്ടും എല്ലാ ദിവസവും ഉണ്ടാവും. അവിട്ടത്തിൻ്റെ അന്നുണ്ടാവും, ഉത്രാടത്തിൻ്റെ അന്നുണ്ടാവും, തിരുവോണത്തിൻ്റെ അന്നുണ്ടാവും. അപ്പോൾ നമ്മളൊക്കെ ഓണം ആഘോഷിക്കുന്നത് ചിലപ്പോൾ എല്ലാ സ്റ്റേജിലും അവിടെയൊക്കെ ബസ്സിലൊക്കെ ആയിരിക്കും. പക്ഷേ അതിനുശേഷം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ചും മിക്കപ്പോഴും ഞാൻ പോകുന്ന നേരെ ചാലക്കുടിക്കായിരിക്കും. ഓക്കെ. കാര്യം എന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലായിരിക്കും. ഇവിടെ ഓണം വീട്ടിലെല്ലാവരും എന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് നേരെ പോണത് ചാലക്കുടിക്ക് വീട്ടിലേക്കൊക്കെ. അപ്പം ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ വന്നത് ചാലക്കുടിക്കായിരിക്കും. അപ്പോൾ മണിച്ചൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ ഉണ്ടാകുമായിരുന്നു? ഉണ്ടാവാറുണ്ട്. അതായത് സിനിമയിൽ വരുന്നതിന് മുമ്പും സുഹൃത്തുക്കളുണ്ട്, അതിന് ശേഷവും ഉണ്ടായിരുന്നു? സിനിമയിൽ വരുന്നതിനൊക്കെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവിടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുള്ളൂ. ആ വീടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മണിച്ചേട്ടൻ്റെ ബയോഗ്രഫി ചെയ്ത ഒരു ചിത്രമുണ്ട്, നമുക്കറിയാം, ചാലക്കുടിക്കാരൻ ചെങ്ങാതി. അതിനകത്ത് മണിച്ചേട്ടൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ആത്മാർത്ഥതയോടുകൂടി നടക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കാണിക്കുന്നു. അപ്പോൾ അതിനുശേഷം സിനിമയിൽ വന്നതിന് ശേഷവും അതേ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തു പറയാനായിട്ടുണ്ടോ? സിനിമയിൽ വന്നതിന് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ അവരൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മാവൻ്റെ. അത് ഞങ്ങളും ഭയങ്കര പേഴ്സണലായിട്ട് അടുപ്പമാണ്, ഇപ്പോഴും അടുപ്പമുണ്ട്. അവരൊക്കെ ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും കാര്യം. അല്ലാണ്ട് കുറച്ച് മാറിയിട്ട് കുറേ ആൾക്കാർ വന്നിരുന്നു നിലവിൽ. പക്ഷെ അവരൊന്നും ഇപ്പം ആളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയോ ശരിക്കും മരണത്തിന് ശേഷം അവർ വീട്ടിൽ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾക്കത് വിഷമം. എന്തിനാണ് അവർ മാറി നിൽക്കണതെന്ന് നമുക്കറിയാൻ പാടില്ല, എന്ത് കാര്യത്തിനാണ് മാറി നിൽക്കണതെന്ന് അറിയാൻ പാടില്ല. ആളുടെ ഒരു ചടങ്ങ് കാര്യങ്ങൾ നടക്കുന്ന സമയത്തും അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ഈ ചടങ്ങ് നടത്തുന്നു. മിക്കപ്പോഴും നമ്മൾ ചിന്തിച്ച കാര്യം, അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ചാലക്കുടിയുടെ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ എറണാകുളത്ത് വന്നൊക്കെ അവർ ചടങ്ങ് നടത്തുന്നത്. ചാലക്കുടി നമ്മുടെ വീട്ടുകാരായി ബന്ധപ്പെട്ട് അവർ നിന്നിട്ടൊന്നും ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ് നമുക്കറിയാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് നിലവിൽ. ഇതൊരു പക്ഷേ ഈ ഒരു അഭിമുഖം കണ്ടു കഴിഞ്ഞിട്ട് ഈ സുഹൃത്തുക്കളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുക അവരുടെ കുടുംബാംഗങ്ങൾ എന്താണ് അവരുടെ മനസ്സിൽ അവർ ഫീൽ ചെയ്യുന്നത്, അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണ പുറത്തോ മറ്റെന്തെങ്കിലും കാരണങ്ങളോ കൊണ്ടാണെങ്കിൽ നിങ്ങൾ മാറി നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിനൊപ്പം ഇപ്പോഴും നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എനിവേ, നല്ലൊരു ഓണമാണ്. അപ്പോൾ ഈ ഓണത്തിന് നമ്മുടെ മലനാട് ടി.വിയുടെ പ്രേക്ഷകരോട് എന്താണ് രഞ്ജിത്ത് ബ്രോയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായും ഈ ഓണം വളരെ സ്പെഷ്യലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ച് വളരെ നല്ലൊരു കഥാപാത്രം അവതരിപ്പിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു, അപ്പോൾ അതിയായ സന്തോഷമുണ്ട്. പിന്നെ വേറെ 2 സിനിമയിൽ ഇപ്പോൾ നിലവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നാലെ എന്ന് പറയുന്ന ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ വേഷം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സിനിമയിലും ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം സ്പെഷ്യലാണ്. തീർച്ചയായും എല്ലാവരും ഈ സിനിമയൊക്കെ രാജകന്യക ഇപ്പോൾ തിയേറ്ററിലുണ്ട്, നിങ്ങൾ പരമാവധി പോയി കാണാൻ ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ വരുന്ന സിനിമകളൊക്കെ കാണണം. എല്ലാവർക്കും വളരെ മനോഹരമായ സമ്പൽ സമൃദ്ധിയുടെയും എല്ലാത്തിൻ്റെയും നല്ലൊരു ഓണ ആശംസകൾ നേരുന്നു. ഒരുപാട് സന്തോഷം. വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ മലനാട് ടി.വിയുടെ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഓണവിശേഷങ്ങൾ, പ്രത്യേകിച്ച് മണിച്ചേട്ടനുമായിട്ടുള്ള ഓർമ്മകളൊക്കെ പങ്കുവച്ചതിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നമുക്കൊരു അടിച്ചുപൊളി പാട്ടോടുകൂടി അങ്ങ് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. ഓക്കെ, മാമൻ്റെ പാട്ട് തന്നെ വേണം. ഓക്കെ, ശരി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കക്ഷത്തിലാക്കല്ല വേല ഇതാ. എൻ്റെ മോളെ കക്ഷത്തിലാക്കല്ല വേല ഇതാ.
കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു? കല്യാണം കുട്ടികളെല്ലട വേല ഇതാ, കല്യാണം കുട്ടികളെല്ലട വേല ഇതാ. പകല് മുഴുവൻ പണിയെടുത്ത് കിണ്ടക്ക് പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ, എൻ്റെ മോളെ കട്ടത്തിലാക്കല്ല വേല ഇതാ. ഞാനോ എൻ്റെ അളിയൻ കൂടി വീട്ടുവരമ്പേ പോകുമ്പോൾ വീട്ടുവരമ്പത്തൊരു ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോൾ കുറുപടി പോലൊരു ചെറുപടി വന്നൻ അമ്മോസിന് വന്നേ. അന്നക്കാട്ടിൻ വലിയോനാട കുഞ്ഞാടാരൻ കുഞ്ഞേപ്പേട്ട അന്ന നമ്മൾ കൊണ്ടുപോകും കോയമ്പത്തൂര്. എന്നെക്കാട്ടിൻ വലിയോനാട കുഞ്ഞാടാരൻ കുഞ്ഞേപ്പേട്ട അന്ന നമ്മൾ കൊണ്ടുപോകും കോയമ്പത്തൂര്. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതകതോ, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതകതോ. കാര്യം നടത്താൻ നാട്ടുകാര് തൂക്കിക്കൊല്ലം മൈസെട്ട് അന്ന നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. കാര്യം നടത്താൻ നാട്ടുകാര് തൂക്കിക്കൊല്ലം മൈസെട്ട് അന്ന നമ്മൾ കൊണ്ടുപോകും കോഴിക്കോട്ടേക്ക്. ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതകതോ, ഓ ദിത്തിത്താരാദിത്തിത്തേ ദിത്തേ തകതകതോ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലിന്ന് വള്ളംകളിയേ ഒത്തുചേർന്ന് കൊട്ടുപാടി പുറത്തമ്മട കടലിൽ നിന്ന് ഓളം തുള്ളുന്നേ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലിന്ന് ഓളം തുള്ളുന്നേ. വള്ളംകളി വള്ളംകളി വള്ളംകളിയേ പുന്നമടക്കായലിന്ന് ഓളം തുള്ളുന്നേ. ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതകതോ, ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതകതോ, ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ തകതകതോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ ഓണദിനത്തിൽ മണിച്ചേട്ടൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകൻ അനന്തരവൻ രഞ്ജിത്ത് മണിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു സിനിമാ നടനാണ്, ഗായകനാണ്, മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇന്ന് ശരിക്കും ഞങ്ങളോടൊപ്പം എത്തിയതിൽ ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മലനാട് ടിവിയുടെ ഫുൾ ക്രൂവിൻ്റെ പേരിലുള്ള, പ്രേക്ഷകരുടെ പേരിലുള്ള ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ഷോ വൈൻഡപ്പ് ചെയ്തുകൊണ്ട് RJ സുമേഷ് ബൈ പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. You are watching Malanad TV India, the first national integration channel.